Good morning. Welcome to TFT. Greet in Jesus' name. നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം ഒരു മണവാളിനും മണവാട്ടിയും പോലെ ആകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു അപ്പനും മകനും പോലെ ആകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മൂത്ത ബ്രദറും ഇളയ സഹോദരൻ പോലെ ആകുന്നില്ല എങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. നമുക്കിതൊരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയാം പലരും കർത്താവിനെ പേടിച്ചിട്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മിനിമം കാര്യം, ഒരു പരിധി വിട്ട് പോകത്തില്ല, ഒരു മിനിമം. ഞാനിപ്പോൾ പറയുന്നത്, പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ 10th SSLCക്ക് 210 മാർക്ക് മതി പാസ്സാകാൻ. അങ്ങനെ ആ 210 മേടിക്കാനായിട്ട് ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും കടന്നുകൂടുക, അതിനുശേഷം അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് പോകും. ആ മനോഭാവം മാറണം. കർത്താവ് ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് അതല്ല. പലരുടെ ഉള്ളിൽ ഇന്നും ഭയമാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് എന്തൊക്കെയോ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രവൃത്തി കൊണ്ട്, സ്വന്തം നീതി പ്രവൃത്തികൾ കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇന്നും നമ്മൾ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ നൊയമ്പ് നോക്കുന്നതും പെരുന്നാൾ നടത്തുന്നതും വെടിക്കെട്ട് നടത്തുന്നതും അല്ലെങ്കിൽ അനാഥർക്ക് കൊടുക്കുന്നതും ഒക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറ്റബോധം മാറാൻ, അല്ലെ നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ. എന്നാൽ കർത്താവിനെ ഒരു തരം കൈക്കൂലി കൊടുക്കുന്ന പോലെ, ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു എന്നൊക്കെ അവസാനം പറയാമല്ലോ. കർത്താവിന് അതല്ല വേണ്ടത് കേട്ടോ. സോറി, ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഭാര്യയുടെ കൈക്കൂലിയാണ്, അല്ലെ ഗിഫ്റ്റ് മാത്രമാണ്. ഗിഫ്റ്റൊക്കെ ആഗ്രഹിക്കും, അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല. ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടും കൊടുക്കുന്നുണ്ടെന്നും ഒരു തെറ്റൊന്നുമില്ല. പക്ഷേ ജീവിതം മുഴുവൻ ഈ ഗിഫ്റ്റ് മാത്രമാണെങ്കിലോ സ്നേഹമില്ല, സ്നേഹത്തിലുള്ള അനുസരണമില്ല. പുതിയ നിയമം മുഴുവൻ സ്നേഹത്തിലുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുസരണം. എന്നിട്ടല്ല, പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. ബന്ധമില്ല, നിയമമാണ്, ഭയമാണ്. അവിടെ പറഞ്ഞിരുന്നത് നീ ചെയ്താൽ നിന്നെ അനുഗ്രഹിക്കുക, കണ്ടീഷനല്ല. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ, നോക്കിയ ടോട്ടലി ഡിഫറെൻ്റാണ്. പഴയ നിയമത്തിൽ ഇത് പോസിബിളേ അല്ലായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് എക്സ്റ്റേണൽ. ഒരിക്കലും ഒന്നാകാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര അനുസരിച്ചാലും എനിക്ക് നിങ്ങളിൽ വസിക്കാൻ പറ്റത്തില്ല, അല്ല ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നൊരവസ്ഥ വരത്തില്ല. അനുസരിക്കാം, അനുഗ്രഹിക്കപ്പെടും. If you obey, you will be blessed. If you disobey, you will be cursed. അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും, അനുസരിച്ചില്ലെങ്കിലും നിനക്ക് ശാപം വരും. പക്ഷെ അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പറയുക, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും പിതാവ് എന്നിലും. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുന്നു, തിരിച്ചറിയും. നമ്മൾ ഒരു വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ പെൺകുട്ടി ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് വന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യമൊക്കെ ശരിയാണ്, കുറച്ചൊരു അപരിചിതത്വം കാണും. എന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണെന്ന് വിചാരിക്കും. അപ്പനും അമ്മയും ഭർത്താവും ഭാര്യയും, പുതിയ വന്ന ആ പെൺകുട്ടി എല്ലാം നല്ല സ്നേഹത്തിലാണ്. കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഇവൾ അവിടുത്തെയാണെന്നോ അല്ലെ അവളെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് പറയും. പിന്നെ അവരെല്ലാം ഒന്നാണ് അല്ലേ. ആ പുതിയതായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് വന്നു. അവളോട് അത്രയും കാര്യമായിട്ട് സ്നേഹമായിട്ടുമാണ് എല്ലാവരും പെരുമാറേണ്ടത്. അങ്ങനെയൊന്നുമല്ല പലയിടത്തും നടക്കുന്നതെങ്കിലും നമ്മൾ ആ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവരും പിന്നെ ഒന്നാണ്. പല അപ്പനും അമ്മയും പറഞ്ഞു കിട്ടുന്നുണ്ട്, ഇനി ഇവൾ ഞങ്ങളുടെ മരുമോളെ ഞങ്ങൾ വിളിക്കത്തില്ല, ഇവൾ ഞങ്ങളുടെ മകളാണ്. കാരണം ഇപ്പോൾ ഒന്നായി, ഞങ്ങളുടെ മകൻ്റെ ഭാര്യ. അപ്പോൾ അപ്പനും, അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, പിതാവേ ഞാൻ അങ്ങയിലും അങ്ങ് എന്നിലും എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിൽ ഭർത്താവ് അല്ലെങ്കിൽ മകൻ അപ്പനും മകനും എല്ലാം ഒന്നാണ്. അതിലേക്കാണ് ഈ പെൺകുട്ടി കടന്നു വരുന്നത്. വന്നപ്പോൾ മരുമോളായി. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ സ്നേഹവും അവളുടെ പ്രവൃത്തിയിലും അവളും അവരുടെ ഹൃദയത്തിൽ കയറി പറ്റി. ഇപ്പോൾ അപ്പനും മോനും ഒന്നാണ്. വന്ന മരുമോൾ മോളായി മാറി. ഭർത്താവും ഭാര്യയും കൂടെ ഒന്നാണ്.
എല്ലാവരും കൂടെ കൂടി അതൊരു കുടുംബമാണ്. ഇതുപോലെ തന്നെ ദൈവഭവനത്തിൻ്റെ സിസ്റ്റം. നമ്മൾ വിജാതീയരായിരുന്നു, അവിടെ നമ്മൾ ദൈവഭവനത്തിലേക്ക് വന്നു. യേശുക്രിസ്തു നമ്മളെ സ്വീകരിച്ചു, അംഗീകരിച്ചു. തൻ്റെ വചനം നമ്മളിൽ വസിക്കാൻ തുടങ്ങി. തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. യേശുക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്ന പോലെ നമ്മൾ യേശുക്രിസ്തു ഒന്നായിട്ടിരിക്കുന്നു. പിതാവ് യേശുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് വചനം യേശുക്രിസ്തു തന്നെ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, പിതാവെ അവിടുന്ന് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും ഇവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് പെൺകുട്ടി വരുമ്പം അപ്പനും അമ്മയും സ്നേഹിക്കും, അല്ലെ ഭർത്താവ് മാത്രം സ്നേഹിക്കത്തുള്ളൂ. ഞങ്ങൾ ഇന്നലെ ലഞ്ച് കഴിച്ചിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, പണ്ടത്തെ രീതി, കുറേ നാൾ മുമ്പുള്ള രീതി, ഒരു വിവാഹം നടക്കുന്ന വീട്ടിൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു രീതി, ആ വിവാഹം നടക്കുന്ന വീട്ടുകാർ ഒരു സൈഡിലും ബന്ധുക്കളും ചാർച്ചക്കാരും മുഴുവൻ പ്രതിപക്ഷത്തും. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ രീതി ഭയങ്കര കുശുകുശുവും പറച്ചിലും നമുക്ക് കാണാം. ആ ഒരു എന്തോ ഒരു അസൂയാണ്, കുശുമ്പാണ്, എന്താണെന്ന് എനിക്കറിയാം. ബന്ധുക്കൾ, അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ, എല്ലാവരും ഇല്ല കേട്ടോ, അടുത്ത് നിൽക്കുന്ന ബന്ധുക്കൾ പോലും അങ്ങ് പ്രതിപക്ഷത്താവും. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഇവരുടെ കുറ്റങ്ങളെന്താണ്, അന്ന് നടന്ന ചടങ്ങിൽ എന്തൊക്കെ നടന്നില്ല, അല്ലെങ്കിൽ ആരെയും വിളിച്ചില്ല, ആരെയും റെസ്പെക്റ്റ് ചെയ്തില്ല, ഞങ്ങളെ വേണ്ട വിധം മാനിച്ചില്ല, അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്ത് ഉപ്പില്ലായിരുന്നു, മുളകില്ലായിരുന്നു, മറ്റത് മറിച്ചത്, മൊത്തത്തിലായി കുളവും. ചിലരുടെ ഒരു വലിയൊരു ഹോബിയായിരുന്നു. ഇന്ന് അതിനെല്ലാം മാറ്റം വന്നു. ഇന്ന് വിവാഹം നടക്കുമ്പോൾ പലയിടത്തും രണ്ട് കുടുംബങ്ങളും അല്ലെങ്കിൽ വരുന്ന എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി വലിയ സന്തോഷത്തോടെ അതൊരാഘോഷമാണ്. ഒരാഘോഷങ്ങൾ അതിന് വിട്ട് പോകല്ലോ കേട്ടോ. ഇന്ന് പലയിടത്തും പലപ്പോഴും കാണാം അങ്ങ് ഒത്തിരി ഓവറാക്കുന്നത്. കർത്താവിനെ മറന്നുള്ള ഒരു കാര്യത്തിനും പോകല്ലേ. കർത്താവാണ് ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.